നമോ ഭഗവതേ വാസുദേവായ. ഗീതാധ്യാനം. പാർത്ഥായ പ്രതിബോധിതാം ഭഗവതാ നാരായണേന സ്വയം വ്യാസേന ഗ്രഥിതാം പുരാണമുനിനാ മധ്യേ മഹാഭാരതം. അദ്വൈതാമൃതവർഷിണീം ഭഗവതീമഷ്ടാദശാധ്യായിനീ അംബ ത്വാമനുസന്ദദാമി ഭഗവദ്ഗീതേ ഭവദ്വേഷിണീ. മഹാഭാരത യുദ്ധത്തിനിടയിൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ അർജുനന് ഉപദേശിച്ചതും വേദവ്യാസ മഹർഷി ഗ്രന്ഥരൂപത്തിലാക്കിയതും അദ്വൈതാമൃതം വർഷിക്കുന്നതും സംസാരദുഃഖം കെടുത്തുന്നതും 18 അധ്യായമുള്ളതുമായ അല്ലയോ ഭഗവദ്ഗീതേ, അവിടുത്തെ ഞാൻ ധ്യാനിക്കുന്നു. നമോസ്തുതേ വ്യാസവിശാലബുദ്ധേ പുല്ലാരവിന്ദായതപത്രനേത്രാ യേന ത്വയാ ഭാരതതൈലപൂർണഃ പ്രജ്വാലിതോ ജ്ഞാനമയ പ്രദീപഃ. വിശാലബുദ്ധിയും സുന്ദരനുമായ വ്യാസഭഗവാനെ, അങ്ങയ്ക്ക് നമസ്കാരം. എന്തുകൊണ്ടെന്നോ, മഹാഭാരതമാകുന്ന എണ്ണ നിറച്ച് ജ്ഞാനരൂപമായ വിളക്കങ്ങ് പ്രകാശിപ്പിച്ചു. പ്രപന്ന പാരിജാതായ വേത്ര തോത്രൈകപാണയേ ജ്ഞാനമുദ്രായ കൃഷ്ണായ ഗീതാമൃതദുഹേ നമഃ. ജ്ഞാനസ്വരൂപനും ചൂരലും ചമ്മട്ടിയും ധരിച്ചവനും ഗീതാമൃതം കറന്നെടുത്തവനും ആശ്രിതർക്ക് കൽപ്പവൃക്ഷവുമായ ശ്രീകൃഷ്ണന് നമസ്കാരം. സർവോപനിഷദോ ഗാവോ ദോഗ്ധാ ഗോപാലനന്ദനഃ പാർത്ഥോ വത്സ സുധീർഭോക്താ ദുഗ്ധം ഗീതാമൃതം മഹത്. ഉപനിഷത്തുകളെല്ലാം കറവ പശുക്കൾ. ഭഗവാൻ ഗോപാലകൃഷ്ണൻ കറവക്കാരൻ, അർജുനൻ പശുക്കുട്ടി. ആ പശുക്കളിൽ നിന്ന് കറന്നെടുത്ത ദാരോഷ്മളമായ പാൽ ഭഗവത്ഗീത. അതാസ്വദിക്കുന്നവൻ ജ്ഞാനി. വസുദേവസുതം ദേവം കംസചാണൂരമർദ്ദനം ദേവകീ പരമാനന്ദം കൃഷ്ണം വന്ദേ ജഗൽഗുരും. കംസനെയും ചാണൂരനെയും നശിപ്പിച്ചവനും വസുദേവപുത്രനും ദേവകീ ദേവിയുടെ പരമാനന്ദം രൂപമെടുത്തവനും പ്രകാശമയനും ജഗദ്ഗുരുവുമായ ശ്രീകൃഷ്ണനെ ഞാൻ വന്ദിക്കുന്നു. ഭീഷ്മദ്രോണതടാ ജയദ്രഥജലാ ഗാന്ധാരനീലോപലാ ശല്യഗ്രാഹവതീ കൃപേണ വഹനീ കർണേന വേലാകുലാ അശ്വത്ഥാമ വികർണഘോരമകരാ ദുര്യോധനാവർത്തിനി സോത്തീർണ ഖലു പാണ്ഡവൈരണനദീ കൈവർത്തക
കേശവാഃ. ഭീഷ്മരും ദ്രോണരുമാകുന്ന കരകൾ, ജയദ്രഥനാകുന്ന വെള്ളം, ശകുനിയാകുന്ന കരിമ്പാറക്കെട്ട്, ശല്യരാകുന്ന മുതല, കൃപനാകുന്ന ഒഴുക്ക്, കർണനാകുന്ന തീരം തകർപ്പ്, അശ്വത്ഥാമാവും വികർണനുമാകുന്ന മകര മത്സ്യങ്ങൾ, ദുര്യോധനനാകുന്ന വെള്ളച്ചുഴി, ഇവയോടുകൂടിയ ആ യുദ്ധമാകുന്ന നദിയെ, അതായത് മഹാഭാരത യുദ്ധമാകുന്ന നദിയെ പാണ്ഡവന്മാർ കടന്നു, ശ്രീകൃഷ്ണനാകുന്ന മുക്കുവൻ കാരണമായിട്ട്. പാരാശര്യവജസ്സരോജമമലം ഗീതാർത്ഥഗന്ധോൽക്കടം നാനാഖ്യാനകകേസരം ഹരികഥാ സംബോധനാബോധിതം. ലോകേ സജ്ജനഷട്പദൈരഹരഃ പേപീയമാനം മുദാ ഭൂയാത് പാരദപങ്കജം കലിമലപ്രധ്വംസിനം ശ്രേയസേ. വ്യാസഭഗവാന്റെ വാക്കാകുന്ന താമര പൊയ്കയിൽ ഉണ്ടായി ഗീതാർത്ഥമാകുന്ന സൗരഭ്യം കൊണ്ട് സമുത്ഭവമായി പലതരം കഥകളാകുന്ന അല്ലികളോടും വിഷ്ണു കഥാ പ്രതിപാദനമാകുന്ന വികാസത്തോടും കൂടി ലോകത്ത് സജ്ജനങ്ങളാകുന്ന വണ്ടുകളാൽ വീണ്ടും വീണ്ടും ആസ്വദിക്കപ്പെടുന്നതിനായി കലിദോഷനാശകമായ മഹാഭാരതമാകുന്ന താമരപ്പൂവ് നമുക്ക് ശ്രേയസിനായി തീരട്ടെ. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദ മാധവം. ആരുടെ കാരുണ്യം മൂകനെ വാചാലനാക്കുന്നു, മുടന്തനെ പർവ്വതം കടക്കുന്നതിനും സമർത്ഥനാക്കുന്നു. പരമാനന്ദരൂപനായ ആ ശ്രീകൃഷ്ണ ഭഗവാനെ ഞാൻ വന്ദിക്കുന്നു. യം ബ്രഹ്മാ വരുണേന്ദ്രരുദ്രമരുത സ്തുന്വന്തി ദിവ്യൈസ്തവൈർ വേദൈ സാംഗപദക്രമോപനിഷദൈർഗായന്തി യം സാമഗാഃ. ധ്യാനാവസ്ഥിത തൽഗതേന മനസാ പശ്യന്തി യം യോഗിനോ യസ്യാന്തം ന വിദുഃ സുരാസുരഗണോ ദേവായ തസ്മൈ നമഃ. ബ്രഹ്മാവ്, വരുണൻ, ഇന്ദ്രൻ, രുദ്രൻ മുതലായ ദേവന്മാർ ദിവ്യസ്തവങ്ങൾ കൊണ്ട് ആരെ സ്തുതിക്കുന്നു. സാമവേദജ്ഞർ വേദങ്ങളും ശാസ്ത്രങ്ങളും ഉപനിഷത്തുക്കളും കൊണ്ട് ആരെ വാഴ്ത്തിപ്പാടുന്നു. യോഗികൾ ധ്യാനാവഹിതമായ മനസ്സുകൊണ്ട് ആരെ കാണുന്നു. ദേവാസുരന്മാർ പോലും ആരുടെ അവസാനം കാണുന്നില്ല. ആ പ്രകാശസ്വരൂപന് നമസ്കാരം. ഓം നമോ ഭഗവതേ വാസുദേവായ.